ചിന്തിക്ക്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇസ്തിഗാസയെ പറ്റി. അമ്പലക്കടവുകാരൻ അബ്ദുൽ ഹമീദ് ഫൈസി പറയുന്ന അഖീദാപരമായ കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും കടന്നു പോകട്ടെ. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേൾക്കുക. ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുൽ വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയാ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്നത്? അതിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാവുള്ളേ. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാ, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം, അതാണ് വിധി. ഇത് ചെയ്യണമെങ്കിൽ ചെയ്യാ, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം, അതെന്താ പറഞ്ഞു? നിങ്ങൾ ആലോചിച്ചു, ലോകത്ത് കേരളത്തിലെ രണ്ട് പ്രബല മുസ്ലിം സംഘടനകൾക്കിടയിൽ ഏറ്റവും വലിയ വിവാദമായ ഇസ്തിഗാസയെക്കുറിച്ച് EK സുന്നികളുടെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ പറയുന്നത് എന്താ? ചെയ്യണമെങ്കിൽ ചെയ്യാ, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. എങ്ങനെ? അതൊരു അനുവദിക്കപ്പെട്ട കാര്യം, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ അവിടേക്ക് വരണം. എവിടേക്ക് വരണോ? അടുത്ത വാചകം എന്താ പറഞ്ഞെന്നറിയോ? അതായത് ചില കാര്യങ്ങൾ വളരെ ഫലപ്രദമാണ്. എന്താ ഹമീദ് ഫൈസി പറഞ്ഞതെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? അതായത് മൊയ്തീൻ ശൈഖ്, മമ്പറന്തങ്ങൾ, അതുപോലുള്ള മഹാന്മാരോട് തേടല് ബെൻസ് പോകുന്നതിന് തുല്യോ. പടച്ചോനെ കാക്കണേ, പടച്ചോനെ കുട്ടികളെ, അതൊക്കെ ഖത്തർ റൂട്ടുമ്പോ കൂടി KSRTC അതാണ് ഇപ്പൊ അതിന്റെ ആ പറഞ്ഞ്. അങ്ങനെയാണല്ലോ, അത് ലോക്കലാണ്. ആര്? പടച്ചോനെ, മലിക്കുൽ ജബ്ബാറായ റബ്ബ് ലോക്കലാണ്. മൊയ്തീൻ ശൈഖ് ബെൻസാണ്. ഇത് വെറുതെ പറയാ. ഇതുണ്ടെങ്കിൽ മൊയ്തീൻ മാല, ഇത് ഇങ്ങനെ തൊട്ടാ പ്രശ്നം. ഈ സാധനം എന്റെ പൊന്ന് മുസ്ലിങ്ങളെ ഏറ്റവും നല്ലത് എന്നിട്ട് ഒരു അധ്യായം ഉണ്ട് ഇതിൽ. ഏറ്റവും നല്ലത് എങ്ങനെ? ഏറ്റവും നല്ലത് ഏതാ? ബെൻസ് ഏതാ? കേട്ടോളിയേ, ബെൻസ് ഏതാണ്? അല്ല ലോക്കല്. ഞങ്ങളത് തന്നെയല്ലേ പറഞ്ഞത്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അല്ലാഹനെ കണക്കാക്കേണ്ട രൂപത്തിൽ നിങ്ങൾ കണക്കാക്കിയിട്ടില്ല. 5 ഇരുട്ടറകൾക്കുള്ളിൽ വെച്ച് മഹാനായ യൂനുസ് നബി ആഴമേറിയ കടലിന്റെ ആഴക്കടലിൽ മത്സ്യത്തിന്റെ വയറ്റിൽ രാത്രിയുടെ കൂരാകൂരി ഇരുട്ട്, കാർമേഘങ്ങൾ ഇരുട്ടിനെ കൂടുതൽ വ്യാപൃതമാക്കി. പിന്നെ ആർത്തരമാലകളുടെ ഇരുട്ട്, ആഴക്കടലിലെ ഇരുട്ട്, അത് 4ാമത്തെ ഇരുട്ടാണ്. മത്സ്യത്തിന്റെ വയറിലെ 5ാമത്തെ ഇരുട്ട്. ആ 5 ഇരുട്ടറകൾക്കുള്ളിൽ വെച്ച് ലോക്കലുകാരനായ മലിക്കുൽ ജബ്ബാറായ റബ്ബിനോട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാന